ആന്റണി ടാ നിന്നെ കാണാൻ ഒരു മയക്കം വന്നിട്ടുണ്ട്. പോവാം. അവൻ്റെ ഒരു വെള്ള ചിരി. നീ ചെല്ലേ, ഞാൻ ടൗൺ വരെ പോട്ടോ. ശരി, ബൈ മൈക്ക്. എങ്ങനെ ഇവിടെ എത്തി? തൻ്റെ ലൈസൻസ് ആണ് എനിക്കാണോ വീട് കണ്ടുപിടിക്കാൻ പാട്? എന്താ പരിപാടി? അമ്മ എവിടെ? അമ്മ എവിടെയും കാണാം. വാ. എടോ താൻ എന്തായാലും ഈ 18-ാം തീയതി മരിക്കാൻ പോലെ അവന് ചെറിയൊരു സഹായം ചെയ്യണം. ഈ സർജറിക്ക് എൻ്റെ കൂടെ ഒന്ന് വരണം. അറിയാങ്ങനെ കൂടെ നിൽക്കുന്നില്ല. തനിക്കാകുമ്പോൾ പിന്നെ നാളെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. എടോ ചെയ്തതിലൊത്തൊരു ഉപകാരല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്യടോ. സർജറി മൈസൂരല്ലേ? അതെ, സർജറി ടൈമിൽ അവിടെ നിന്നാൽ മതി. അതിനിടയിൽ 1-2 പോയിട്ട് വരണം. അതുവരെ ഇവിടെ താമസിക്കും. എടോ എനിക്കധികം സ്ഥലമൊന്നും വേണ്ട. നമ്മൾ അവളർക്ക് ഒരു മുറി വരെ പോണായിരിക്കില്ല എൻ്റെ മുറി. ഒന്ന് വരുവാടോ. ഇതെന്നത്തേക്ക് തീരും? തന്നെ ഞാൻ 18 മുന്നേ ഫ്രീ ആക്കാം. സർജറി സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ പൊക്കും. പിന്നെ ഞാൻ വല്ല ഹോംനെസ്സിന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. കൊള്ളാല. The good death. ഇതൊക്കെ വെച്ച് ആർക്കായാലും മരിക്കാൻ തോന്നും. ആന്റണി ജോൺ. താൻ കോളേജിലൊക്കെ പോയിട്ടുണ്ടോ? 4 കാലിലെ കട്ടിലിൽ 3 കാലിലെ ഫാൻ്റെ ചോട്ടിൽ 2 കാലിലെ കുഞ്ഞിന് വേണ്ടി പോരാടുമ്പോൾ നീ എന്നെയും കൂടി ഓർക്കണേ. സ്വാതി. ആരോടാ ഈ സ്വാതി? നിങ്ങൾ തമ്മിൽ പ്രേമായിരുന്നോ അതോ ഒടുക്കത്തെ പ്രേമായിരുന്നോ? ഈ കാണുന്ന ആളായിരുന്നില്ല അവൻ. നമ്മൾ പറയാറില്ലേ നമ്മുടെ ലൈഫ് മാറി മറിയാൻ ഒരൊറ്റ മൊമെൻറ്റ് മതിയെന്ന്. ഫോർ ബെറ്റർ ഓർ ഫോർ വേഴ്സ്. അതൊക്കെ ഉണ്ട്. വാ. എടാ അമ്മ, ആന്റണി വിളിക്കാം. എങ്ങനെ വന്നു? അമ്മ വാ. പൊക്കോ പൊക്കോ. ആ ശരി ഞങ്ങളകത്താണോ? ശരി ശരി. അമ്മ
എടാ അമ്മ വന്നിട്ടുണ്ടോ? അമ്മ ഓഫീസ് റൂമിൽ. മകന് വല്ല മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അവനെ വീട്ടിലിരുത്തണം. മറ്റു കുട്ടികൾ പഠിക്കുന്നിടത്തേക്ക് അല്ല പറഞ്ഞു വിടേണ്ടത്. നിങ്ങൾ ഇങ്ങനെ കരയുന്നതല്ലാതെ എന്തെങ്കിലും ഒരു ന്യായം അവനെ കുറിച്ച് പറയാനുണ്ടോ? എൻ്റെ അതിലെ പ്രശ്നം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അമ്മ പറയുന്നത് കേൾക്കാനും അമ്മയോട് മറുപടി പറയാനും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ എന്തായാലും വിഷമിക്കണ്ട കേട്ടോ. നിന്റെ കാര്യം നടത്തിയിട്ട് ഞാൻ പോവുള്ളൂ. ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. സാറയ്ക്ക് അത് ഇന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം ഒരു 1 വീക്ക് ടൈമുണ്ട്. തനിക്കിതൊന്നും കൂടി ആലോചിക്കാനുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ മെൻസ്ട്രുവൽ സൈക്കിൾസ് കട്ട് ചെയ്യാനായിട്ടുള്ള ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് തുടങ്ങാം. അതിനു മുമ്പ് ബോഡിയിലെ റിയാക്ഷൻസ് അറിയാനായിട്ട് കുറച്ച് ടെസ്റ്റുകളുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഓരോ ഓർഗൻസായിട്ട് റീഅസൈൻ ചെയ്യണം. വേണേൽ സർജറി കഴിഞ്ഞും ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ബട്ട് വൺസ് സർജറി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ സാറയ്ക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. പഴയതുപോലെ പെണ്ണാവാൻ സാധിക്കില്ലെന്നർത്ഥം. ഐ നോ ഡോക്ടർ. എനിവേ ഇറ്റ്സ് അപ് ടു യു. ഐ ഹാവ് മൈ റീസൺസ്. സാറ ഒരു മിനിറ്റ് ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാമോ? ആൻ്റണി, ഇതൊരു ചെറിയ കാര്യമല്ല. സാറ ടോട്ടലി മാറാൻ തുടങ്ങുമ്പോൾ അവൾ എങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് കെൻ കോസ് സം സീരിയസ് ഹെൽത്ത് ഇഷ്യൂ ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി. പിന്നെ നാട്ടിലുള്ള പള്ളിയിലച്ഛനും അമ്മച്ച പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. പിന്നെയല്ലേ മൈസൂരിലുള്ള ഡോക്ടർ. താൻ എന്തിനാ ഇത് മാറ്റി വെക്കുന്നത്? എന്താ അങ്ങനെ ചോദിച്ചു? വെറുതെ. ഇനി ഇവിടെ ഇരിക്കുന്ന ഈ ചേട്ടന്മാർ ഒരു 5 മിനിറ്റിൽ ഇവിടോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഞാനൊരു പെൺകുട്ടിയായോണ്ട. ശരിയാ. ബോയ്സ് ഓൾവേസ് ഹാവ് ദ ഫ്രീഡം ഫോർ എവറിത്തിങ്. 6 മണിക്ക് വീട്ടിൽ കയറണ്ട. ഏത് പാതിരാത്രി എവിടെ വേണേ പോവാം. ചേട്ടാ ഒന്ന്. താങ്ക് യു. സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കണ്ട. കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ കെട്ടിച്ചോടുന്നില്ല പരാതിയാക്കണ്ട. പബ്ലിക്കായി കുളിക്കാം എങ്ങനെ വേണേലും. ഒരാഴ്ച കുളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, തന്നെ പോലെ. ആൻഡ് ദി മോസ്റ്റ് എക്സൈറ്റിംഗ് തിങ് എന്താ അറിയോ? തനിക്ക് എപ്പോൾ വേണേലും ആരുടെ കൂടെയും കിടക്കാം. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് പീരിയഡ്സ്, പ്രഗ്നൻസീസ് ഓർ പെയിൻ. നോട്ട് ഓൾ മെൻ ആർ ഓൾവേസ് ഇൻ ദ മൂഡ് ഫോർ സെക്സ്. തനിക്കും അതൊക്കെ എപ്പോൾ വേണേലും ചെയ്യാം. എന്ന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്തായാലും ഞാൻ സർജറി ചെയ്യാൻ പോലെ. Want to know how it works? ഞാൻ മച്ചാന് വേണ്ടി നാട്ടാ വിചാരിച്ചത്. കുറേ തപ്പി ബ്രോ, കുറേ തപ്പി. എല്ലാവരും സ്ട്രെയിറ്റ് ആണ്.
ഇത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ലില്ലി. കാര്യം പറഞ്ഞപ്പോൾ അവൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ്. ആ താഴെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഞാൻ നാളെ കണ്ടിട്ട് വരാം. മച്ചാനെ അത് സെറ്റായിട്ടാ. ഓക്കെ. Let's start with some wine. Sure. Bisexual. I haven't identified yet. I fell in love with that girl. കൊച്ചു കൊള്ളാട്ടോ. എന്നിട്ട് പ്രപ്പോസ് ചെയ്തോ? സർജറി കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു. ഷീ സെഡ് ഷീ വിൽ വെയിറ്റ്. ഓ. എന്നിട്ട് ഒന്നുമില്ല. ഇതേ അതായിരുന്നു നമ്മുടെ സ്ഥിരം സ്പോട്ട്. അടിപൊളിയായിരുന്നു. ഹായ്. ഈ മരുന്ന കണക്കിനാണ് നീ എന്നോട് വിളിച്ചുകൊണ്ടുവന്നത്. അളിയാ പോലളിയാ പ്ലീസ്. നീ വിട്ടേ. ഇല്ല അളിയാ, നമുക്കിടയിൽ ഇനി പ്രശ്നം വേണ്ട, നമുക്ക് തീർക്കാം. തീർക്കാം. കാസി അവനെ വിടറാ. അവൻ തല്ലട്ടെ. ഇവനെ ഏതാ? ഇത് പഴയ ആൻ്റണി ഒന്നുമല്ല.
ഈ കൂട്ടത്തിൽ ഇവിടെ നീന്തിക്കയറുന്ന അവൻ മാത്രമേ ഉള്ളൂ. എടാ കാസിലെ സ്വാതി പ്രസവിച്ചോ? സ്വാതി പ്രസവിച്ചേ. എടാ കാത് പൊട്ട എന്റെ ഭാര്യയല്ല സ്വാതി. പ്രസവിച്ചോ? എടാ സ്വാതി പ്രസവിച്ചത്. വരുവാ വാ. എൻ്റെ കൈ ഈ കവറിങ്ങിലൊന്നും ഇവിടെ നീ പിടിച്ചോ. എടാ നിൻ്റെ ഈ അടിമ മുതലാളിത്തല്ലേ? കയ്യറ ഇതിൻ്റെ വെയിറ്റ് ഉണ്ടോ? ഫ്രൂട്ട്സ് കുറഞ്ഞു പോയോ എന്നാണ് എൻ്റെ ഒരു. കറക്റ്റ്. എന്നാൽ പിന്നെ കുറച്ച് ചക്കയും മാങ്ങയും കൂടെ മേടിക്കാറുണ്ടല്ലോ. ശരിയാണ്, നിന്റെ തല ഫ്രീ ആയിരുന്നല്ലേ? ഹോസ്പിറ്റലായപ്പോൾ എടുത്തുണ്ട്. നീ ഇവിടെ വന്നു സാറാ എന്താടാ ഇത്? പഴക്കടയോ? നീ കഴിക്കടി. പിന്നെ ഞാൻ കഴിക്കാണ്ട്. മോളെ ഇപ്പം വേണ്ടമ്മ. സുഖപ്രസവമായിരുന്നു ആൻറ്റി. പിന്നെ നല്ല സുഖമായിരുന്നു. മിഥുനോടെ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വീട്ടിലേക്ക് പോയിക്കോ. ചിലവുണ്ടെന്ന് പറയണം കേട്ടോ. ആ നീ ചെയ്താൽ മതി ചെലവ്. പാൽ കൊടുത്തേ. കൊച്ചെത്ര കിലോ ഉണ്ട്? 3 ആഹാ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഹൗ ഈസ് മൈ ബേബി? ഷീ ഈസ് ബ്യൂട്ടിഫുൾ. അമ്മയെ പോലെ തന്നെ ഉണ്ട് കുഞ്ഞു. അതേ കണ്ണും നോക്കും. ഐ ഫെൽറ്റ് മാജിക്കൽ. നമ്മുടെ അതേ രൂപത്തിലൊരു കുഞ്ഞുണ്ടാവുന്നതൊക്കെ. ദുബായിലായിരുന്നപ്പോൾ പപ്പയും അമ്മയും കൂടെ എടുത്ത ലാസ്റ്റ് ഫോട്ടോയാ എൻ്റെ 12th ഗ്രേഡ് കഴിഞ്ഞിട്ട്. 1 മാസം കഴിഞ്ഞിട്ട് പപ്പ മരിച്ചുപോയി. പിന്നെ ഞാനും അമ്മ അവിടെ നിന്നില്ല. അപ്പോൾ തനിക്ക് റിലേറ്റീവ്സ് ആരുമില്ല? ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അവരാരും ഇങ്ങോട്ട് വരില്ല. വീട്ടുകാരെ വെട്ടിച്ച് രജിസ്റ്റർ മാരേജ് ചെയ്തതാണ് രണ്ടുപേരും. ആഹാ, അടിപൊളിയാണല്ലോ. രണ്ടുപേരും ഭയങ്കര ജോളിയായിരുന്നു. തനിക്ക് റിഫ്ലക്സ് ഒട്ടുമില്ലല്ലോ. ಬೇಗ ಬನ್ನಿ. 2-3 ദിവസം കഴിഞ്ഞാൽ ബോഡിയിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങും.
അങ്ങനെ അധികം വെളിയിലൊന്നും ഇറങ്ങണ്ട, മെഡിസിൻസ് ഉണ്ട്. സർജറി നമുക്ക് 2 വീക്സ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് അത് കഴിഞ്ഞും കണ്ടിന്യൂ ചെയ്യണം. റിലാക്സ്. സാറ് കുറച്ച് സമയം ഒബ്സർവേഷനിലിരിക്കട്ടെ. സാറയുടെ കാര്യത്തിൽ എനിക്ക് ചില ഡൗട്ട്സ് ഉണ്ട്. ഇങ്ങനെ എടുക്കുന്ന ഇമ്പൾസീവ് ഡിസിഷൻസ് എപ്പോഴും ശരിയായിരിക്കണമെന്നില്ലല്ലോ. ഇനിയും മാറിയാലോചിക്കാൻ ടൈമുണ്ട്. ഐ തിങ്ക് യു ഷുഡ് ടോക്ക് ടു ഹർ. ഷീ ഈസ് കൺഫ്യൂസ്ഡ്. Doctor, at the end of the day, it's her choice. All I can do is stand by it. Anyway, we'll meet again. പോവാം. ഞാൻ വിചാരിച്ചത് നീ ഇപ്പം തന്നെ ആണായിട്ട് വരുമെന്നാ. ഓൾറെഡി അങ്ങനെ തന്നെയല്ലേ. എന്നാൽ പിന്നെ മാറ്റണ്ടല്ലോ. ഫാർമസി പ്രതാവ 2 വീക്സ് മെഡിസിൻ കഴിക്കണം. അതുവരെ റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ചുമ്മാന്നേ, ഇതൊക്കെ പെമ്പിളയുടെ കാര്യത്തിലല്ലേ, നമ്മുടെ ആമ്പിളയുടെ ബോഡിയല്ലേ. നീ ഇത് എന്ത് ഭാവിച്ചാ? നിനക്കൊരു ജോലിയൊക്കെ വേണ്ടേ? 1-2 കയറിയതാ, പക്ഷെ ഒട്ടും ഫോക്കസ് കിട്ടുന്നില്ല. അതൊക്കെ ശരിയാക്കാം. നീ കുറച്ചാൾ ഇവിടെ ഇല്ലേ? നീ വാ. ആശാനെ, ഞാൻ ഒന്ന് വരട്ടെ. പഠിച്ചിട്ടുണ്ടേ മാത്രം, അല്ലെങ്കിൽ മർമ്മം പിണി. പഠിച്ചിട്ടുണ്ടെന്നേ നമ്മൾ എത്ര ഉണ്ടേക്കുന്നു.